മുൻ DGP CB മാത്യൂസ് അടക്കം 5 പേർ പ്രതികളായ ISRO ചാരക്കേസ് ഗൂഢാലോചനയുടെ കുറ്റപത്രമാണ് പുറത്തുവന്നത്. ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. തിരുവനന്തപുരത്തെ ഹോട്ടൽ റെയ്ഡിനിടെയാണ് CA ആയിരുന്ന S. വിജയൻ മറിയൻ റഷീദയെ കാണുന്നത്. ഹോട്ടൽ മുറിയിൽ വെച്ച് S. വിജയൻ മറിയൻ റഷീദയെ കടന്നുപിടിച്ചു. മറിയൻ റഷീദ എതിർത്തു. ഈ വിരോധത്തിലാണ് വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങിയെന്നാരോപിച്ച് മാലി വനിതയായ മറിയൻ റഷീദയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് കസ്റ്റഡിയിൽ ചോദിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. തുടർന്നാണ് S. വിജയൻ ചാരപ്രവർത്തനം ആരോപിച്ച് മറിയൻ റഷീദയ്ക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യ അറസ്റ്റിന് ശേഷം 12 ദിവസം കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ R. രാജീവനും IBയുടെ അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാറും ചേർന്നാണ് ചാരക്കേസിൽ നമ്പിനാരായണൻ അടക്കമുള്ളവരെ പ്രതി ചേർക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് കുറ്റപത്രത്തിൽ CBI പറയുന്നു. പോലീസ് കസ്റ്റഡിയിലായിരുന്ന നമ്പിനാരായണനെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് IB ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ഈ സമയം നമ്പിനാരായണന് ക്രൂരമായ മർദ്ദനമേറ്റു. നമ്പിനാരായണൻ മർദ്ദനമേറ്റ് അവശനായെന്നും ഡോക്ടറെ കാണിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥനായ ജോഷു ആണ് പറഞ്ഞതെന്ന് റിട്ടയർഡ് SP ബേബി ചാൾസ് മൊഴി നൽകിയിട്ടുണ്ട്. ഇനി മർദ്ദിച്ചാൽ നമ്പിനാരായണൻ മരിച്ചുപോകുമെന്ന് താൻ പോലീസിനോട് മുന്നറിയിപ്പ് നൽകിയതായും പരിശോധിച്ച ഡോക്ടർ സുകുമാരന്റെ മൊഴി. അതെ, അതാണ് ഞാൻ ഫൈറ്റ് ചെയ്ത് അതിൽ ജയിക്കുകയും ചെയ്തു, വിൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നത് ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ വേറെ ആരോ തെറ്റ് ചെയ്തിട്ടില്ല. അത് ആരാണെന്നുള്ളത് നിരൂപിക്കാൻ വേണ്ടി അടുത്ത 20 years, അങ്ങനെ 20 വർഷം, അങ്ങനെ 24 വർഷം എടുത്തു. അതിനാണ് ഈ ജഡ്ജ്മെന്റ് വന്നത്. അന്നത്തെ അന്വേഷണത്തിൽ ചാരപ്രവർത്തനത്തിന് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നാണ് IB അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന വിനോദ് കുമാറിന്റെ മൊഴി. ചാരക്കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചോർത്തി നൽകിയത് S. വിജയനാണെന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ക്രൂരമായ ദേഹോപദ്രവമേൽപ്പിക്കൽ അടക്കമുള്ള കുറ്റമാണ് ഗൂഢാലോചന കേസിൽ CBI ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ചാരക്കേസ് കൃത്രിമമായി സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നില്ല. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.